ഹായ് ഫ്രണ്ട്സ്, ആർഫിയർ കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അല്ലുലയിലെത്തി, ഇന്നലെ രാത്രി അല്ലുലയിലെത്തി. ഇപ്പോൾ മോർണിംഗ് നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് കാണാൻ പോവാണ്. നമ്മൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് ഹെറിറ്റേജ് വില്ലേജ്. അവിടെ 2 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒന്ന് മദാൻ സാലിഹും പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അതൊക്കെ കാണാൻ നമ്മളിന്ന് പോകുന്നത്. സമയം നമുക്ക് തന്നുള്ള അവിടെ എത്തേണ്ടത് 9:30ക്കാണ്. നമ്മളിപ്പോൾ വൈകിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല, ബസ് മിസ്സാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് പോവാം. ഇതാ ഹെറിറ്റേജ് വില്ലേജ് കയറുന്നതിന് മുമ്പുള്ളൊരു ഇതാണ്. നിങ്ങൾ ഇവിടുത്തെ റോക്സ് കണ്ടു വെച്ചാൽ സാൻഡ് റോക്കാണ്. പക്ഷെ അതിൻ്റെ ഭംഗിയൊക്കെ ചില സ്ഥലത്ത് ഓറഞ്ച് കളർ, ചില സ്ഥലത്ത് യെല്ലോ കളർ, ചില സ്ഥലത്ത് റെഡ് കളർ, അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ഇതുള്ളത് റോക്കുള്ളത്. റോക്ക് വെച്ചാൽ ഇത് ഒരു മൗണ്ടെയിൻ പോലെയാണ് ഉള്ളത്. പിന്നെ ഇത് കണ്ട നിങ്ങളിവിടെ നിങ്ങളെ എന്താ പറയുക, ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ബൗണ്ടറി അല്ല, ഒരു മതിൽ പോലെ. അത് ഇതായിട്ടാണ് ഈന്തപ്പനൻ്റെ ഓലയായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രീതിയിലാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊരു പഴയ സിറ്റിൻ്റെ പോലെ ഉണ്ട് കാണാൻ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു ടൈപ്പ് റോക്കാണ്. സാൻഡ് റോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. സാൻഡ് റോക്ക് വെച്ചാൽ അത് കയ്യിലെടുത്താൽ അത് പൊടിയും. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ. ഇത് ഇതാക്കണം. ഇവിടെ വേറെ ഇതുണ്ട്. പിന്നെ ഈ സ്കൈ ഉണ്ടോ, നല്ല ക്ലൗഡിയാണ്. അത് റെയിൻ ഇതുണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ മുന്നിലൊക്കെ കാണുന്നത് ആ സാൻഡ് റോക്ക് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇതുണ്ട്, മൗണ്ടൈൻ ഉണ്ട്. പിന്നെ എല്ലാ റോഡിലും ഈ സാൻഡ് റോക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട് സാൻഡ് റോക്ക്. ഈ സ്കൈ നല്ല ഭംഗിയില്ല. പിന്നെ ഇവിടെ നൈറ്റിൽ സ്കൈ കാണാനൊരു പ്ലാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നൈറ്റിൽ സ്റ്റാർസും അതൊക്കെ കാണാനൊരു പ്ലാൻ ഉണ്ട് ഇവിടെ. പെർ ഹെഡിന് വരുന്നത് 220 റിയാൽസാണ്. ഈ ഫെൻസ് ചെയ്ത് വെച്ചത് അത് കാണുന്നത് മദാൻ സാലിൻ്റെ ബൗണ്ടറിയാണ്. ഇതാ ഞങ്ങളെ ബസ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബസ് മിസ്സായി. പിന്നെ ഇങ്ങോട്ട് മദാൻ സാലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. നമ്മൾ ഇനി ഇവിടുന്ന് ഈ ബസ്സിൽ ഉള്ളോട്ടാണ് പോയേക്കും. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷന്, ഈ ഉള്ളിൽ കാണുന്നത്. അതൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണും. അപ്പോൾ നമ്മളെ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ ഇവിടെയുള്ള ഒരു ഹിജാസ് റെയിൽവേ പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ടാണ്. അവിടെ ഇവിടുത്തെ പഴയ ഇതൊക്കെ ഉണ്ട്, ട്രെയിനൊക്കെ ഉണ്ട്. ഈ റെയിൽവേ എന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 19th ഇത് ഓപ്പൺ ചെയ്തത് 1980 ഇതിൻ്റെ കിലോമീറ്റേഴ്സ് പ്ലാൻ ഇതിന് 1300 ആണ്. എന്നുവെച്ചാൽ ദമസ്കസ് ടു മദീന ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. ദമസ്കസ് എന്ന് വെച്ചാൽ ഒരു വലിയ ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്, അതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്. പിന്നെ ഒരു ട്രെയിനും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തന്നെ ഇവിടെ ട്രെയിൻ ഉണ്ട് എന്ന്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇവിടെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ പിൽഗ്രിംസിന് വേണ്ടിയായിരുന്നു. വെച്ചാൽ ഇങ്ങനെ ഹജ്ജിന് ഉംറ ചെയ്യാനൊക്കെ പോകുമല്ലോ, അവർക്ക് വേണ്ടിയായിരുന്നു ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുണ്ട് ഇവിടെ ഷെഡും അതിൻ്റെ ഉള്ളിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്.
ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ബോഗീസാണ്. എനിക്കൊന്ന് ഇവരിത് റീഫർബിഷ് ചെയ്തിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ഈ ബോഗീസ് മൊത്തം അതിൻ്റെ ഔട്ട് മൊത്തം കാണുന്നത് ഫുള്ള് മരമാണ്. ഉള്ളിൽ എങ്ങനെയാണെന്നറിയില്ല, ഔട്ട് മൊത്തം കാണുന്നത് മരം കൊണ്ടാണ്. ഇതിൻ്റെ എൻജിനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോകാം. ഈ ഫ്രണ്ട് കാണുന്നതാണ് ഇതിൻ്റെ എൻജിൻ. അതിൻ്റെ തൊട്ട് ബാക്കിൽ സിൽവർ കളർ തന്നെ 2 ബോഗി ഉണ്ടോ. അതെന്താ വെച്ചാൽ ഈ എൻജിൻ വെച്ചാൽ കോൾ എൻജിനാണ്. അപ്പോൾ ഇതിന് കോൾ കത്തിച്ചുകൊണ്ടാണ് ഇക്കാരം പോവുക. അപ്പോൾ അതിന് കോൾ സ്റ്റോർ ചെയ്യാനുള്ള ബോഗീസാണത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക്. ഇത് നാട്ടിലത്തെ പോലെ തന്നെയാണ് ഉള്ളത്. ഇത് പണ്ടത്തെ എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്തതായിരിക്കും. ഇത് ഇവിടുത്തെ ട്രെയിനിൻ്റെ എൻജിൻ്റെ മെയിൻ്റനൻസ് റൂമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ഇത് ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറിയാണ്. ഇത് ഇവിടുത്തെ മദാൻസാലത്തെ പിക്ചേഴ്സൊക്കെ ഉള്ളൊരു ഗാലറിയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. നമ്മളിപ്പോൾ ഇതാക്കണം, നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യാണ്. ഇവിടുന്ന് പുറത്ത് തന്നെ ഉള്ളിൽ നിന്ന് കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ കാണിക്കുന്ന മൊത്തം ഈ മദാൻസാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പിക്ചേഴ്സാണ്. എന്ന് വെച്ചാൽ ഈ മദാൻസാലിൻ്റെ അട്രാക്ഷൻ ആയിട്ടുള്ള പിക്ചേഴ്സാണ്. ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.